ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു റിലേഷൻഷിപ്പ് റീഡിങ് നോക്കാം. ഇത് ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. അതുപോലെ തന്നെ മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. പിന്നെ ടൈംലെസ് ആണ്. ഓക്കെ, നമുക്ക് ചാനൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ്, ഷെയർ, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അങ്ങനെ പുതിയ ആളുകളൊക്കെ അങ്ങനെ കാണണം. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ ഇട്ട് വയ്ക്കണം. ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. നമുക്കിത് നോക്കുന്നത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ വേണ്ടി വന്നത് എന്ന് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് മനസ്സ് തുറന്ന് പറയുന്നു. ഓക്കെ, ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയാണ്. അപ്പോൾ ആൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്ന കാരണങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ തമ്മിൽ ഇപ്പോൾ ഇങ്ങനെ വന്നത് എന്ന് നോക്കാം. ഔട്ട്കം ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത് ചേസർ എന്നാണ്. ഐ ഡോണ്ട് വാണ്ട് ടു ചേസ് എനിമോർ എന്നാണ്. അപ്പോൾ നിങ്ങൾ ചേസ് ചെയ്തിരുന്നു എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് ചേസ് ചെയ്യുന്ന ആ ജോലി നിങ്ങൾ വിട്ട് കളഞ്ഞില്ല. എപ്പോഴും ഇങ്ങനെ ചേസ് ചെയ്ത് പോകുന്നത് ആൾക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നി എന്നാണ് പറയുന്നത്. പിന്നെ ഈ റീപ്ലേസബിൾ എന്നാണ്. ദ വേ യു ലവ് ക്യാൻ നെവർ ബി മാച്ച്ഡ് എന്നാണ്. അപ്പോൾ ഈ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളോട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ രീതി ആൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് ഇത് പിന്നെ വീണ്ടും ആ കാര്യങ്ങൾ ചർച്ച ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ താല്പര്യമില്ലാതെ വന്നു എന്നാണ്. ഒരുപാട് പ്രാവശ്യം ഒരു കാര്യം പറഞ്ഞിട്ട് വീണ്ടും അത് തന്നെ ആവർത്തിക്കുമ്പോൾ അത് വീണ്ടും കൊണ്ടുപോകുവാൻ ചില ബുദ്ധിമുട്ടുകൾ അയാൾക്ക് വന്നു എന്നാണ്, അല്ലെങ്കിൽ അവർക്ക് വന്നു എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ ഹി ഓർ ഷീ ആരാന്ന് നിങ്ങളുടെ പാർട്ട്ണർ ആ രീതിയിൽ എടുക്കണം. അൺസാറ്റിസ്ഫൈഡ് കാണിക്കുന്നുണ്ട്. ഐ വാസ് ഇൻ ഹാപ്പി ദ വേ തിങ്സ് വെയർ ഗോയിങ്. ഇങ്ങനെ പോകുന്നത് എനിക്ക് അത്ര വലിയ ഒരു സംതൃപ്തി തോന്നിയിരുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത് നിങ്ങളുടേതാണെങ്കിൽ എടുക്കുക കേട്ടോ, അല്ലെങ്കിൽ വിട്ടേക്കുക. അതുകൊണ്ട് തന്നെ ഐ ഫെൽറ്റ് ലൈക്ക് യു ഡിഡിൻ കെയർ. എനിക്ക് നിന്നെ കെയർ ചെയ്യാൻ സാധിച്ചില്ല. പല കാര്യങ്ങളിലും നിന്നെ കെയർ ചെയ്യാൻ സാധിച്ചില്ല. അതുപോലെ പല കാര്യങ്ങളിലും അപ്രിഷ്യേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അത് എനിക്ക് എങ്ങനെയാണ് ഞാനത് ചെയ്യുക എന്നും ഒരു ചോദ്യമുണ്ട്. പിന്നെ തേർഡ് പാർട്ടി ഉണ്ട്. ദെയർ വെയർ അതർ തിങ്സ് ദാറ്റ് ഗോട്ട് ഇൻ ദ വേ ഓഫ് അസ് ബീങ് ടുഗദർ. നമ്മളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു. അതും ഇതിനൊരു കാരണമാണ്. ഇതൊരു പക്ഷേ എക്സ്ട്രാ മാരിറ്റൽ ആയിട്ടുള്ള ചില ബന്ധങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് കാണിക്കുന്നുണ്ട്. ഇനി സിംഗിൾ ഓർ ഫാമിലി മാരീഡ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ എടുത്തോളണം. ഓക്കെ, ഡിസോണസ്റ്റി ബൈ ലൈയിങ് ഐ റേപ്ഡ് ആസ് എ പാറ്റ്. ഇവിടെ ചില നുണകളും കാര്യങ്ങളും അങ്ങനെയൊക്കെ പറയേണ്ടി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും ആർഗ്യൂ ചെയ്തിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ നിങ്ങളോടും പല രീതിയിൽ അത്തരം കാര്യങ്ങളൊക്കെ അങ്ങനെ വേണ്ടി വന്നിട്ടുണ്ടെന്ന് കാണിക്കുന്നു. ഡിസഗ്രിമെൻറ്റ്സ് ഐ വിഷ് യു അണ്ടർസ്റ്റുഡ് ഹൗ ഐ ഫീൽ. എന്നെ നീ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്നതും ഇതിനകത്തൊരു കാരണമുണ്ട്. എന്നെ നീ മനസ്സിലാക്കുന്നതേ ഇല്ല. നിന്നോട് ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിരുന്നു. ഇങ്ങനെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഫാമിലി ആണെങ്കിൽ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ ആ സമയത്തൊക്കെ നിങ്ങളതിന് വലിയ ചെവി കൊടുത്തില്ല എന്നൊക്കെയാണ് ഇവിടെ നമുക്ക് ആൾ പറയുന്നത്. നെക്സ്റ്റ് കാണിക്കുന്നത് ഹോൾഡിങ് ബാക്ക് എന്നാണ്. ഒരുപാട് കാര്യങ്ങൾ പുറകിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ്ഡ് മൈസെൽഫ് ബെറ്റർ. അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് പലപ്പോഴും പറയാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല നിന്നോട്. കാരണം എന്താണ്? ഇങ്ങനെയുള്ള ചില സിറ്റുവേഷൻസ് ജീവിതത്തിലുള്ളത് കൊണ്ടായിരുന്നു എന്നാണ്. ഇൻഡെസിസീവ് പറയുന്നുണ്ട്. ഐ നോ മൈ ഇൻഎബിലിറ്റി ടു മേക്ക് എ ഡിസിഷൻ ഹർട്ട്സ് യു. നീ വളരെയധികം ഹർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നെ ഒരുപാട് ഞാൻ ഹർട്ട് ചെയ്തിട്ടുമുണ്ട്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിൻ്റെ അടുത്ത് പല കാര്യങ്ങൾ നീ ചെയ്യരുത് അങ്ങനെയെന്ന് പറഞ്ഞാൽ നീ വീണ്ടും അത് തന്നെ ചെയ്യും.
അത് നിങ്ങളുടെ ചേസിങ് ആ ഒരു എനർജിയാണ് കാണിക്കുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ ഒരു നല്ല പിന്നെ ഡിസിഷൻ നിൻ്റെ കാര്യത്തിലെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഹാബിറ്റ് പറയുന്നത് ഐ ഡോണ്ട് നോ ഇഫ് വി വിൽ എവർ ചേഞ്ച്. എന്തെങ്കിലും ചേഞ്ച് ഇപ്പോൾ വന്നിട്ടുണ്ടോ എന്നും എനിക്ക് അറിയില്ല എന്നും പറയുന്നുണ്ട്. അതായത് ചേഞ്ച് വരിക എന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, നമ്മളുടെ ബന്ധത്തിൽ ഇനിയെങ്കിലും എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ എനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്. എന്നാലും പിന്നെ ഹോപ്പുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ഹോപ്പൊക്കെ ഉണ്ട്. നോക്കാം നമുക്ക്. ആബ്സെൻസ് പറയുന്നുണ്ട്. ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീ ഈസ് മിസ്സിങ് വിത്തൗട്ട് യു. നീ ഇല്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെയധികം മിസ്സിങ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇവിടെ മിസ്ഡ് ഓപ്പർച്യൂണിറ്റിയും പറയുന്നുണ്ട്. ഡിഡൻറ്റ് ആക്ട് വെൻ ഐ ഷുഡ് ഹാവ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ പിന്നെ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ, അവസരങ്ങളൊക്കെ വരുമ്പോൾ ആ അവസരങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ എനിക്ക് കഴിയാറില്ല. അങ്ങനെ എനിക്കൊരു ദൗർഭാഗ്യം കൂടിയുണ്ട് എന്ന് ആൾ പറയുന്നുണ്ട്. സെൽഫ് ലവ് പറയുന്നുണ്ട്. ഐ ആം സ്റ്റിൽ ട്രൈങ് ടു ഹീൽ. ഞാനിപ്പോൾ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളോടുള്ള സ്നേഹം എന്നൊക്കെ പറയുന്നത് കുറച്ച് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെയായിരുന്നു, എന്ത് ബന്ധമാണെങ്കിലും. പക്ഷേ അത് ഇപ്പോൾ ഈ രീതിയിലൊക്കെ വന്നത് കൊണ്ടാണ് അതിനൊരു ബ്രേക്കപ്പ് ഒക്കെ വന്നതെന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ സെൽഫ് ലവിലേക്ക് പോയിരിക്കുന്നു. അതായത് ഒരു ഹീൽ ചെയ്യുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അതിനായിട്ട് ഇപ്പോൾ ടൈം കണ്ടെത്തിയിരിക്കുന്നു. റിഫ്ലക്ഷൻ പറയുന്നുണ്ട്. ബീങ് അവേ ഫ്രം യു ഹാസ് അലൗഡ് മീ ടു ഗെയിൻ ക്ലാരിറ്റി. നമ്മൾ ഇത്തിരി മാറി നിന്നപ്പോൾ, അല്ലെങ്കിൽ ഈ ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ് നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആ ഒരു ആഴം മനസ്സിലാക്കിയതെന്ന് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ആ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്, നല്ലൊരു ബന്ധമായിരുന്നു, അതിന് നല്ല ആഴമുള്ള ഒരു ബന്ധവും ആയിരുന്നു. എന്നാൽ ചില മിസ്റ്റേക്സ് നിൻ്റെ ഭാഗത്തും വന്നു. ആ മിസ്റ്റേക്സാണ് എനിക്ക് ഇത്തരത്തിൽ പെരുമാറേണ്ടി വന്നത്, അല്ലെങ്കിൽ ചിന്തിക്കേണ്ടി വന്നത് എന്ന് പറയുന്നുണ്ട്. റെസിപ്രോസിറ്റി പറയുന്നു. ഐ വാണ്ട് ടു ഹാവ് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്. ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോഴും എന്താണ്, ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നു. ഒരു ക്ലാരിറ്റി വേണം അതിന് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കെമിസ്ട്രി. ഐ ഹാവ് നെവർ ഫെൽറ്റ് എ പാഷൻ ദിസ് ഇൻറ്റൻസ്. ഞാനിത് വെറും ഒരു പാഷനായിട്ടായിരുന്നില്ല കണ്ടതെന്ന് പറയുന്നുണ്ട്. കെമിസ്ട്രിക്ക് പറയുന്നത് അതാണ്. അപ്പോൾ ഉള്ളിൽ തട്ടിയ സ്നേഹമായിരുന്നു എന്നാണ് ആൾ പറയുന്നത്. ഇവിടെ നമുക്ക് ഡെസ്റ്റിനിയാണ് കാർഡ് വന്നിരിക്കുന്നത്. ഡെസ്റ്റിനി എന്ന് പറയുമ്പോൾ എന്താണ്, ഐ ആം സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് ദ റൈറ്റ് പാത്ത്. ഞാൻ ശരിയായ വഴിയിലൂടെ പോകുന്നതിന് വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ഞാൻ പിന്നെ ശരിയായ വഴി കണ്ടുപിടിക്കുവാൻ വേണ്ടി ഞാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്രോക്കൺ. ഐ ഫീൽ ഷാറ്റേഡ് അബൌട്ട് ദിസ് സിറ്റുവേഷൻ. ഞാൻ വളരെയധികം പിന്നെ വിഷമത്തിലാണ്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ എന്നെ വല്ലാതെ അതിൽ ചിന്നിച്ചെതറിപ്പോയി എന്നൊക്കെ നമ്മൾ പറയില്ലേ. നമ്മളുടെ ചിന്തകൾ ചിന്നിച്ചെതറിപ്പോകുന്നു, നമ്മളുടെ എനർജി ചിന്നിച്ചെതറിപ്പോകുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ആ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാം ലോസായി പോകുന്നു, നഷ്ടപ്പെടുന്നു. എനിക്കത് ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കുന്നു. ഇതൊക്കെയാണ് പറയുന്നത്. റിയൂണിയന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ. അപ്പം നിങ്ങൾ അത്രയും സ്നേഹത്തിലായിരുന്നു എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഡെസ്റ്റിനിയാണെന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതിനനുസരിച്ചൊക്കെ ആയിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. അപ്പം നമുക്ക് 2 കാർഡ്സും കൂടെ നോക്കട്ടെ. അപ്പോൾ റിയൂണിയൻ എത്രയും പെട്ടെന്ന് നടക്കാൻ വേണ്ടി ആൾ ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. വീണ്ടും അതേ തന്നെ കാർഡ് വന്നിരിക്കുന്നുണ്ട്. റെമൻസസിങ് വന്നിട്ടുണ്ട്. ഐ മിസ് അവർ ഇൻസൈഡ് ജോക്സ്. എനിക്ക് നിങ്ങൾ വളരെ സന്തോഷത്തിൽ ജീവിച്ചിരുന്നവരാണെന്നാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഒത്തിരി തമാശകളൊക്കെ പറഞ്ഞിട്ട് വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള പിന്നെ ഒരു ചൈൽഡിഷ് ബിഹേവ് ആയിട്ടുള്ള ഒരു ലവ്, അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഒരു സ്നേഹമൊക്കെ ആയിരുന്നു. അതെനിക്ക് വളരെയധികം മിസ് ചെയ്യുന്നു. നിങ്ങൾ ഈ ചേസ് ചെയ്യുന്നത് ഒഴിച്ചാൽ ബാക്കി കാര്യങ്ങളിലെല്ലാം നിങ്ങളെ വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയുമാണ് കാണുന്നതെന്നാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു കാർഡും കൂടി എടുക്കട്ടെ. എന്താണ് ഓവർവെൽംഡ് പറയുന്നുണ്ട്. ദ സ്ട്രെസ് ഫ്രം ദിസ് ഈസ് ഡ്രെയിനിങ് മീ. അപ്പോൾ വളരെയധികം വിഷമിക്കുന്നുണ്ട്.
വളരെയധികം സങ്കടമുണ്ട്. ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിങ്ങൾ വിഷമിക്കുന്നത് പോലെ തന്നെ ആ ആളും വിഷമിക്കുന്നു എന്നാണ് നമുക്ക് ഈ കാർഡിൽ നിന്ന് മനസ്സിലാക്കുന്നത്. റീയൂണിയനും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, എന്തെല്ലാമാണ് നിങ്ങളുടെ ഭാഗത്ത് വന്ന വീഴ്ചകൾ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. ശരിയാണോ എന്ന് നോക്കുക. നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നെങ്കിൽ എടുക്കുക, അല്ലാത്തവർ അതെല്ലാം വിട്ടേക്കണം. ഓക്കെ, ഡാമേജ് പറയുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരുപാട് ഹർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണ് ഡാമേജ്. വി ആർ ബോത്ത് ഹർട്ടിങ് ഫ്രം ദിസ് എന്നാണ് പറയുന്നത്. ഒരുപാട് നിങ്ങൾ ഹർട്ട് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും. അത് ആളെ വളരെയധികം വേദനിപ്പിച്ചു അല്ലെങ്കിൽ ചൊടിപ്പിച്ചു എന്നൊക്കെ തന്നെ നമുക്കിവിടെ പറയേണ്ടി വരുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉള്ള ഒരു ഫീലിംഗ് അല്ല നമ്മൾ പറയുന്നത്, നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളോട് പറയാനുള്ള ഫീലിങ്സ് ആണ് കേട്ടോ. പിന്നെ അൺഫിനിഷ്ഡ് ബിസിനസ് പറയുന്നുണ്ട്. വി സ്റ്റിൽ ഹാവ് തിങ്സ് ടു റിസോൾവ് ആൻഡ് ഡിസ്കസ്. വീണ്ടും ഇത് പറഞ്ഞ് തിരുത്തി സംസാരിച്ച് നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് കാർഡ് സ്പേസ്. ഐ നീഡ് മോർ ടൈം ടു തിങ്ക് എന്ന് പറയുന്നുണ്ട്. എനിക്ക് കുറച്ച് സമയം വേണം, ഇത് കുറച്ചും കൂടി സമയം എനിക്ക് വേണം. കാരണം എനിക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി എടുക്കണമെങ്കിൽ കുറച്ച് ആലോചിച്ച്, കാരണം ചിലപ്പോൾ നേരത്തെ സെൽഫ് ലവ് നമ്മൾ കണ്ടു ഇല്ലേ. അപ്പോൾ ആൾ വളരെയധികം ബ്രോക്കൺ ഹാർട്ടായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ സെൽഫ് ലവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്പേസ് കൊടുക്കണമെന്നാണ് പറയുന്നത്. കുറച്ച് സമയം നിങ്ങൾ കൊടുക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ. നമുക്ക് നിർത്താൻ വൈൻഡപ്പ് ചെയ്യാം അല്ലേ. യെസ്, ഐ ഹാവൻ ടോൾഡ് യു എവറിത്തിങ്. എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ന ഒരു കാര്യം കൂടി നിങ്ങളോട് പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് എല്ലാ വിഷമങ്ങളും നിങ്ങളോട് ഏറ്റു പറയുകയാണ്. ഇതൊക്കെ ആയിരുന്നു നമ്മൾ തമ്മിലുള്ള വിഷയം. അതിനിയെങ്കിലും തിരുത്തണമെന്നും തിരുത്തി മുൻപോട്ട് വരണമെന്നും ഒക്കെയാണ് ആൾ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ അൺക്ലിയർ ആണ്, കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. ഐ ഫീൽ അൺക്ലിയർ അബൌട്ട് വെയർ വി സ്റ്റാൻഡ്. നമ്മളെവിടെ നിൽക്കുന്നു എന്നതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ അൺക്ലിയർ ആണ് എന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു പിടിയുമില്ല. ഇപ്പോൾ നിങ്ങളുടെ ചിന്താഗതി എന്താണ്, നിങ്ങളുടെ മനസ്സെന്താണ്? കാരണം ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ്. അപ്പോൾ നിങ്ങളുമായിട്ട് ഒരുപാട് വഴക്കൊക്കെ ഉണ്ടാക്കി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് പിരിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ, ഇതൊന്നും ആൾക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ സീ യുവർ സൈഡ് ഓഫ് ദി സ്റ്റോറി, അണ്ടർസ്റ്റാൻഡിങ്, ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറയുന്നു. നിങ്ങളെ മനസ്സിലാക്കുന്നു, നിങ്ങളുടെ ഭാഗത്തുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ നല്ലപോലെ ഞാൻ മനസ്സിലാക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ആദ്യമേ റീയൂണിയൻ കാർഡ് വന്നിട്ടുണ്ട്, ആഗ്രഹിക്കുന്നു എന്നാണ്. ഡിറ്റാച്ച്മെൻറ്റിലാണെന്ന് വീണ്ടും പറയുന്നുണ്ട്. ഐ ഹാഡ് ടു ലെറ്റ് ദിസ് ഗോ സോ ഐ കുഡ് ക്ലിയർ മൈ മൈൻഡ്. എൻ്റെ ഹൃദയം, എൻ്റെ മനസ്സൊന്ന് ശാന്തമാക്കാനുണ്ട്, ഹീൽ ചെയ്യാനുണ്ട്. അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം വേണമെന്ന് നമ്മൾ സ്പേസ് നേരത്തെ പറഞ്ഞു നമ്മളോട്. അതുപോലെ തന്നെ എൻ്റെ മൈൻഡ് ക്ലിയർ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഡെസ്റ്റിനി ആണെന്ന് പറഞ്ഞു. അതുപോലെ ഡെസ്റ്റിനി എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങളുടെ വിധി എന്നൊക്കെ പറയാം അല്ലേ. അപ്പോൾ ഇതിങ്ങനെ അനുഭവിക്കണമെന്നൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന കാർമിക് സൈക്കിളാണ്. അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചില കാര്യങ്ങൾ നമ്മൾക്ക് രണ്ടുപേരും കൂടെ, അതായത് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു അത് അല്ലേ. അതായത് നമ്മൾ തമ്മിൽ ഉള്ള ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഡിവൈൻ ബന്ധമാണ്. അവിടെ നമ്മൾ സോൾ കോൺട്രാക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഇത്തരത്തിലുള്ള ചില കാർമിക് ആയിട്ടുള്ള സൈക്കിൾ എൻഡ് ആവേണ്ടി വരുന്നത്. അല്ലെങ്കിൽ അത് മാറിക്കഴിയുമ്പോഴാണ് നിങ്ങളുടെ റീയൂണിയൻ വരിക എന്നാണ് കേട്ടോ. വീണ്ടും കമ്മിറ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഐ വാണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ. ഇതിൽ കൂടുതൽ എന്താ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ജീവിതത്തിൽ എൻ്റെ കൂടെ നീ ഭാവിയിലും എൻ്റെ കൂടെ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കാരണം വെച്ചാൽ നിങ്ങൾ റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള വിഷയങ്ങൾ ഇതൊക്കെയാണ്. ആ വിഷയങ്ങളൊക്കെ നിങ്ങളും കൂടി ഒന്ന് മനസ്സിരുത്തി എന്തെങ്കിലും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ സോൾവ് ചെയ്യുക. അതല്ല, സമയം പോയി എങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനിക്കുക, എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. എല്ലാം ഡിവൈന് വിട്ടുകൊടുക്കുക. ബന്ധങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ആ ബന്ധങ്ങൾ എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് അതുപോലെ ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.